ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 37 സങ്കീർത്തനം 39-40 വാക്യങ്ങൾ. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്, കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രം അവിടുന്നാണ്. കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അവരെ ദുഷ്ടരിൽ നിന്ന് മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യും. കർത്താവിലാണ് അവർ അഭയം തേടിയത്. ഈ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവ് അവരെ സഹായിക്കുകയും വിമോചിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ നീതിമാന്മാരായി ജീവിക്കുമ്പോൾ കർത്താവ് നമ്മോടുകൂടി എപ്പോഴും ഒരു സഹായകനായി നമ്മുടെ കഷ്ടപ്പാടിലും വേദനകളിലുമെല്ലാം നമ്മോട് കൂടെ നിന്ന് നമ്മെ വിടുവിക്കുന്നു, വഴി നടത്തുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: എൻ്റെ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നീതിമാനായി ജീവിക്കുവാൻ, അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ നല്ല ദിവസത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ ദിവസം അങ്ങ് നൽകിയ അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും, സന്തോഷങ്ങളും, ദുഃഖങ്ങളും, പ്രാർത്ഥനകളും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, ഗുരുജനങ്ങൾ, സ്നേഹിതർ, ഉപകാരികൾ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവർ, ഇവരെല്ലാം ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്തിന്റെ സംരക്ഷണം ഇവർക്ക് നൽകണമേ. സാമ്പത്തിക ബുദ്ധിമുട്ട്, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, മക്കളില്ലാത്ത ദമ്പതിമാർ, ഭവനരഹിതർ, രോഗത്താൽ കഷ്ടപ്പെടുന്നവർ, വാർദ്ധക്യത്തിന്റെ കഷ്ടത അനുഭവിക്കുന്നവർ എന്നിങ്ങനെ ജീവിത തകർച്ചയിൽ കഴിയുന്നവരുടെ ബന്ധനങ്ങൾ നീങ്ങി അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാകുന്നതിനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപ ലഭിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ തിരുസഭയെയും രാഷ്ട്രത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെ പരിപാലിക്കണമേ, സംരക്ഷിക്കണമേ. ഈ മാസം, ഒക്ടോബർ മാസം, ജപമാല മാസമായി തിരുസഭ ആചരിക്കുന്നു. ജപമാല ചൊല്ലുന്നവരുടെ ജീവിതം ദൈവ അനുഗ്രഹത്താൽ നിറയുന്നു. ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സംരക്ഷണം നമുക്ക് ലഭിക്കുന്നു. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി ജപമാല ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ഏറ്റവും കരുത്തേകുന്ന ആയുധമാണ് ജപമാല. നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ജപമാല വഴി സമർപ്പിച്ച് അമ്മയോട് മാധ്യസ്ഥ യാചിക്കാം. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ അമ്മ നമ്മെ സഹായിക്കും, നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് ധാരാളം ജപമാല ചൊല്ലി ഈ ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഞങ്ങളുടെ കാർമൽ റൂഹ മിനിസ്ട്രിയെയും, കാർമൽ റൂഹ മിനിസ്ട്രി നയിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കാർമൽ സിസ്റ്ററിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആഗോള സുവിശേഷവൽക്കരണത്തിനായി സിസ്റ്ററിനെ ആശീർവദിച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, നല്ല ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. സിസ്റ്റർ നടത്തുന്ന എല്ലാ ശുശ്രൂഷകളെയും ധ്യാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഈ ആഴ്ചയിൽ വേളാങ്കണ്ണി പള്ളിയിൽ നടത്തുന്ന ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാസം 11, 12, 13 തീയതികളിൽ തൃശൂർ തൊഴുപാടം ധ്യാന കേന്ദ്രത്തിൽ സിസ്റ്റർ നയിക്കുന്ന ത്രിദിന തപസ് ധ്യാനത്തിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിലേക്ക് അനേകം മക്കൾ കുടുംബസമേതം കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ നടത്തുന്ന കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ഈ ചാനൽ കാണുന്ന ഓരോ മക്കളുടെ മേലും അങ്ങയുടെ അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിന്റെ ടീം മെമ്പേഴ്സിനെ ഓരോരുത്തരെയും പേരായിട്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററിന്റെ കൂടെ ചേർന്ന് നിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഓരോ മക്കളെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.